ഇങ്ങനെ സുവിശേഷ വേലയൊക്കെ ചെയ്ത് വന്നപ്പോഴും ദൈവത്തിന് വേണ്ടി വിഭവ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴും വചനം പാലിച്ച് ജീവിച്ചപ്പോഴേ അവൻ പറയുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് ജീവിച്ചു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട് വന്നതാണ് ഈ സംഭാഷണ ശൈലി. നമുക്ക് ഇൻറ്റിമസി, അത് സംഭാഷണം എങ്ങനെ വരണതാണത്? ദൈവമായിട്ട് നമ്മളെ ഇൻറ്റിമസിയിലേക്ക് നമ്മളെ വളർത്തുന്നു എന്നതിൻ്റെ സൂചനയാണത്. നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റണത്, നമ്മൾ ദൈവമായിട്ട് ഒരു ആത്മബന്ധം, ഇൻറ്റിമസി വെച്ചാൽ ആത്മബന്ധമായി. കാര്യം എന്താണ്? അവന് വേണ്ടിയാണ് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഉപപ്രവർത്തനങ്ങൾ ചെയ്യണത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വിശുദ്ധിയോട് ജീവിക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ഇൻറ്റിമസി ആയി കഴിയുമ്പോഴാണ് സംഭാഷണങ്ങൾ, ഇൻറ്റിമസി ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ സംഭാഷണങ്ങൾ വരും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേവിസ് എന്നും പറഞ്ഞൊരു ചേട്ടൻ്റെ സാക്ഷിയാണ്. ഡേവിസ് ചേട്ടൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന്, തൃശ്ശൂരാണ്, ഡേവിസ് ചേട്ടൻ്റെ വൈഫിന് ക്യാൻസറാണ്, 3rd സ്റ്റേജാണ്. സാക്ഷി കിട്ടിയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാനീ പറയുന്ന സാക്ഷിനൊക്കെ നിങ്ങൾ ഒന്നുകൂടി നോക്കണം കേട്ടോ. ഞാൻ പറയുന്ന ആംഗിളിൽ നോക്കണം, അത് വേറൊരു കാഴ്ചയാണ്. അപ്പോൾ ഡേവിസ് ചേട്ടന് ബയോപ്സിയൊക്കെ എടുത്തു. ക്യാൻസറിൻ്റെ ഒത്തിരിയേറെ ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. അപ്പോൾ ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലണം. ട്രീറ്റ്മെൻറ്റിന് ചെല്ലണത് മുമ്പ് അവർ പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടിരിക്കുകയാണ്, പാകപ്പെട്ടിട്ട് വരാൻ വേണ്ടി. അപ്പോൾ വൈഫ് ഡേവിസിനോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്തതാണല്ല, നമുക്ക് പുതുക്കിയിട്ട് അമ്മനെ ചെന്ന് കണ്ട് കാര്യവും പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞത്, അമ്മയെ ചെന്ന് കണ്ടിട്ട് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെന്നുള്ളത് പറഞ്ഞിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഗുണം അതാണ്, പറഞ്ഞിട്ട് പോവുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. കാര്യം സാധാരണ മനുഷ്യന്മാരോട് പറഞ്ഞ പോലെ അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞിട്ട് പോരാം. പക്ഷേ ഡേവിസേട്ടൻ പറയണത്, നിന്നെ എങ്ങനെ കൊണ്ടുപോകും? കാര്യം ശ്വാസം കിട്ടണില്ല, ശരിക്കും ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്, ആളിന് നിൽക്കാൻ പറ്റണില്ല, പിന്നെ ഇങ്ങനെ നടക്കണത്. അപ്പം എങ്കിലും ആ മനുഷ്യൻ ഒരു നല്ല മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ അയാൾ പറയണേ, ഞാനിവിടെ ഒരു കണക്കിന് ആളെ താങ്ങിപ്പിടിച്ച് ഇവിടെ ബസ്സിലാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് അപ്പുറത്ത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു ചുവട് വിളക്കി ഇങ്ങോട്ട് വരാൻ പറ്റണില്ല, അവിടെ തളർന്നിരിക്കണ അവസ്ഥയായി, പറ്റണില്ല, അത്രയും ആപത്ത് പോയി. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്ത്, അമ്മയുടെ മുമ്പിൽ വന്നല്ലോ എന്ന് പറഞ്ഞുള്ള എടുത്ത് എന്നതുപോലെ ഈ മനുഷ്യൻ വിയർത്തൊലിച്ച് ആളെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ മുമ്പിൽ നിർത്തിയിട്ട് അമ്മയോട് ചോദിക്കൂ, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് ചോദിക്കൂ. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞു പോകും. ആത്മാർത്ഥതയോടെ അദ്ദേഹം വന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി ഇവിടെ ആളെ കൊണ്ട് മാതാവിനെ കൊണ്ടൊന്ന് കാണിച്ച് വരവേൽപ്പിച്ചിട്ട് ഇദ്ദേഹം പുതുക്കാൻ വേണ്ടി പോകും. പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു നില കയറേണ്ടി വരും പുതുക്കാൻ വേണ്ടി. അപ്പോൾ ഈ ആളെ കൊണ്ട് മുകളിലോട്ട് കയറാൻ പാടാണ്. എങ്കിലും ആ മനുഷ്യൻ പരാതികളൊന്നും പറയാതെ ഈ ആളെ പേഷ്യൻറ്റിനെ എടുത്തുന്ന രീതിയിൽ പുതുക്കണ നിലയിൽ ചെല്ലും. പുതുക്കണ നിലയിൽ ചെല്ലുമ്പോൾ തന്നെ എന്താണ് ചോദിച്ചും പോയിരിക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ കണ്ട എന്നാ ചോദിച്ചത്. അതാണ് ഇത്ര ചോദിച്ചുള്ളൂ, വേറെ ചോദിച്ചില്ല. പുതുക്കണ സ്ഥലത്ത് ചെന്നപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം അടിക്കാൻ തുടങ്ങി.